കശ്മീർ ആക്രമണത്തിന് ശേഷം മോഹൻലാലിന്റെ അവസ്ഥ അതീവ ഗുരുതരാവസ്ഥയിൽ എന്നാണ് പറയുന്നത്. എന്താണ് സംഭവം? അത് ധന്യ കടത്തി പറഞ്ഞതാണ്. ധന്യ ഉദ്ദേശിച്ചത് നമ്മുടെ മോഹൻലാൽ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിനെ കുറിച്ചാണ് അല്ലേ? അതെ. ഞാനിപ്പോൾ ആ പോസ്റ്റ് എടുത്തിട്ട് നോക്കി കേട്ടോ. 24 മണിക്കൂർ കഴിഞ്ഞു, ഒരു ദിവസം കഴിഞ്ഞു. ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് 19,000 പേരാണ് അത് ലൈക്ക് ചെയ്തിരിക്കുന്നത്. വെറും 19,000 പേർ. മോഹൻലാലിൻ്റെ ഒരു പോസ്റ്റൊക്കെ വന്നാൽ മില്യൺസ് അടിക്കുന്ന മോഹൻലാലിന് 19,000 ലൈക്സ്, 6,400 കമൻറ്റ്സ്, 458 ഷെയർസ് പോയപ്പോഴാണ് ഈ 19,000 ലൈക്സ് വന്നിരിക്കുന്നത്. അപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന നമ്മുടെ മഹാനായ ദ കംപ്ലീറ്റ് ആക്ടറിൻ്റെ സോഷ്യൽ മീഡിയ ഗ്രിപ്പ് വല്ലാണ്ട് പോയി. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എനിക്ക് സത്യത്തിൽ മോഹൻലാലിനോട് ഭയങ്കര സഹതാപം, സഹാനുഭൂതി തോന്നി. കാരണം എങ്ങനെ ഇരുന്നൊരു മനുഷ്യനാണ്. മുമ്പൊരിക്കൽ നമ്മളൊരു ടോക്കിൽ പറഞ്ഞതുപോലെ ചെങ്കോലവും കിരീടവും പ്രജകളെയും നഷ്ടമായി അവസാനം മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു. ആ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ് മോഹൻലാൽ. കാരണം അദ്ദേഹത്തിന് 6,400 കമൻറ്റ്സ് വന്നു. 6,400 ഞാൻ വായിച്ചില്ല കേട്ടോ, നമുക്ക് വേറെ പണിയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നാലും ഒരു 500 കമൻറ്റ്സ് ഓടിച്ച് സ്ക്രോൾ ചെയ്ത് നോക്കി. എല്ലാം 99.9% കമൻറ്റും മോഹൻലാലിനെ അതിനിശിതമായി വിമർശിക്കുകയാണ്. വിമർശിക്കുന്നു മാത്രമല്ല, ഇന്നലെ വരെ ലാലേട്ട എന്ന് വിളിച്ചവർ ഇപ്പോൾ ഹലാലേട്ടൻ എന്നാണ് വിളിക്കുന്നത്. ഒരാളെ അധിക്ഷേപിക്കുന്ന ലെവലിലേക്കൊക്കെ പോയിട്ട് പിന്നെ നാട്ടിലുള്ള തെറിവാചകങ്ങൾ, രാജ്യദ്രോഹി എന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റ്സ്. അപ്പോൾ ഞാൻ അതിൽ നമുക്ക് തോന്നുന്നത് ഏതാനും കമൻസുകളൊന്ന് വായിക്കാം. ഒന്ന്, രഞ്ജിത്ത് AK, എനിക്കറിയില്ല കേട്ടോ, അദ്ദേഹം എഴുതിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ കമൻറ്റിന് മാത്രം 1,200 ലൈക്സ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ കമൻസിന്. മോഹൻലാലിന് 19,000 കിട്ടിയപ്പോൾ 2 വരിയുള്ള ഒരു കമൻ്റ് ഇട്ട ഒരാൾക്ക് കിട്ടിയത് 1,200 ലൈക്സാണ്. ഈ സംഭവത്തിൽ ഇന്ന് നടന്ന കാര്യങ്ങൾ വെട്ടിമാറ്റി നാളെ നടക്കാൻ പോകുന്നത് മാത്രം ഒരു സിനിമയായി കാണിച്ചാൽ എങ്ങനെയിരിക്കും? ഇനി സുജാ പവിത്രൻ എന്ന് പറയുന്ന ഒരു ആളുടെ കമൻറ്റ്, എൻ്റെ FB സുഹൃത്താണ് സുജാ പവിത്രൻ. എമ്പുരാൻ 3 എടുക്കുമ്പോൾ കുറച്ചുകൂടി വെളുപ്പിക്കണം അൽ ഖ്വയ്ദയെ. ശരിയാണ്, അൽ ഖ്വയ്ദയെ വെളുപ്പിക്കുന്ന ഒരു സിനിമയായിരുന്നു. അൽ ഖ്വയ്ദയിൽ ട്രെയിനിങ് കിട്ടിയ രാജപ്പൻ ഇവിടെയുള്ള ഗുജറാത്ത് കലാപത്തിന് കാരണക്കാരായ ഹിന്ദുക്കളെ കൊല്ലാൻ വരുന്നതാണല്ലോ കഥ. അപ്പോൾ ഏതായാലും അൽ ഖ്വയ്ദയാണ് ഇപ്പോൾ നമ്മുടെ സഹോദരങ്ങളെ കാശ്മീരിൽ വെടിവെച്ചു വന്നത്. അതുകൊണ്ടാണ് സുജാ പവിത്രൻ പറയുന്നത് എമ്പുരാൻ 3 എടുക്കുമ്പോൾ കുറച്ചുകൂടി വെളുപ്പിക്കണം അൽ ഖ്വയ്ദയെ. അതാണ് പടം 3G ആയത്. മണിക്കൂർ 5-6 കഴിഞ്ഞു സംഭവം നടന്നിട്ട്. അപലപിക്കുന്നത് പൾസ് നോക്കി ആരെയോ പേടിച്ച്. കഷ്ടം തന്നെ ഹലാലേട്ടാ. അതായത് ഈ സംഭവം നടന്ന് 6-7 മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് മോഹൻലാലിൻ്റെ ഒരു കമൻറ്റ് വരുന്നത്. ആ കമൻറ്റിനെ കുറിച്ച് പറയാം. കമൻറ്റ് മുഴുവനൊന്നും വായിക്കണ്ട, എന്നാലും കമൻറ്റിനെ കുറിച്ച് പറയാം. അപ്പം ഒരു സംഭവം ഉണ്ടായാൽ നേരത്തെയൊക്കെ തത്സമയം പ്രതികരിക്കുന്ന ആളുകളാണ് നമ്മുടെ സിനിമാക്കാരൊക്കെ. മോഹൻലാൽ 5-6 മണിക്കൂർ എടുത്ത് ചിലപ്പോൾ ആരോടൊക്കെയോ ആലോചിച്ച് ഇനിയിപ്പോൾ നമ്മളൊന്ന് അപലപിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടക്കേട് വരുമോ എന്നുള്ള സംശയമൊക്കെ ചോദിച്ചിട്ട് ആ സംശയ ദൂരീകരണമൊക്കെ നടത്തിയിട്ടായിരിക്കാം ഇങ്ങനെ കമൻ്റ് ഇട്ടത് എന്നൊരു ധ്വനിയാണ് സുജാ പവിത്രൻ പറയുന്നത്. ഇനി രാജീവ് VVL, അത് ഹിന്ദിയിലാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ഇങ്ങനെയാണ്: വിനോദസഞ്ചാരത്തിന് പോയപ്പോൾ സംഘപരിവാർ വന്ന് തുണി പൊക്കി നോക്കി മുസ്ലിം ആണെന്ന് ഉറപ്പിച്ച് വെടിവെച്ചു. പുതിയ പടത്തിലുള്ള ടോക്കൺ വാങ്ങാൻ ആൻ്റണി പെരുമ്പാവൂരിനെ വിളിച്ചു പറയുക. രാജപ്പൻ്റെ L3യിൽ തിരികെ കയറ്റാം ലാലേട്ട, കോടികൾ വാരാം. അടുത്തത് മണികണ്ഠൻ OV ശ്രദ്ധേയമായ ഫേസ്ബുക്ക് കുറിപ്പുകളൊക്കെ എഴുതുന്ന ആളാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്നു: വേണ്ട ലാലേട്ട, ഗോദ്രയിൽ തീവണ്ടി ബോഗി കത്തിച്ച് നിരപരാധികളായ ഹിന്ദുക്കളെ ചുട്ടുകൊന്ന തീവ്രവാദികളെ വെളുപ്പിച്ചെടുക്കാൻ ശ്രമിച്ച പോലെ അടുത്ത സിനിമയിൽ ജമ്മു കാശ്മീരിലെ തീവ്രവാദികളെയും വെളുപ്പിക്കാൻ നോക്കിയാൽ പോരെ? എന്തിനാണ് ഈ അപലപിക്കുന്നത്? ഇപ്പോൾ അത്തരം സിനിമയ്ക്കാണല്ലോ മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റിനൊപ്പം നിൽക്കുന്നതല്ലേ ലാലേട്ട നല്ലത്? അത് വേണ്ട 464 പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട്. ദീപ നരേന്ദ്രൻ, ശ്രദ്ധിക്കണം, ഇതിനകത്ത് കൂടുതലും അതിശക്തമായി പ്രതികരിച്ചിരിക്കുന്നത് വനിതകളാണ്. അനുശോചിച്ച് സമയം കളയാതെ ഭീകരവാദി വെളുപ്പിക്കൽ സിനിമ എടുത്ത് കാശുണ്ടാക്കാൻ നോക്കൂ. ഹലാലേട്ടൻ്റെ അടുത്ത സിനിമ തീവ്രവാദികൾ പാവാട. ഇനി ഹിമവാൻ രുദ്രൻ എന്ന പ്രൊഫൈലിൽ അതിമനോഹരമായ കുറിപ്പുകൾ എഴുതുന്ന ഒരാളുണ്ട്. അത് ആരാണെന്ന് എനിക്കറിയില്ല, ഒരു ഫേക്ക് ID ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ തൂലിക നാമം. 2 ആഴ്ച മുന്നേ ലഷ്കറെ തോയ്ബ നല്ല സ്കൂളാണെന്ന് പറഞ്ഞ് സിനിമ പിടിച്ചു. ഈ ആഴ്ച ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമം പത്രത്തിൻ്റെ ആതിഥ്യം സ്വീകരിച്ചു. ഇന്ന് തീവ്രവാദികളുടെ ചോരക്കളിയിൽ വിഷമം ഉണ്ടെന്ന്. ലഫ്റ്റനന്റ് കേണൽ ആവണമെങ്കിൽ ഇങ്ങനെ ആവണം. രായപ്പനുമായി കൂടിയതിൻ്റെ മേന്മ ടൈം ലൈനിൽ കാണുന്നുണ്ട്. കാരണം ടൈം ലൈനിൽ
മോഹൻലാലിന് നല്ല കാലമല്ല. നേരത്തെ പറഞ്ഞാൽ മോഹൻലാലിൻ്റെ സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലാണ്. ഇനി വാണി ജയതെ, ഇത്രയും മനുഷ്യർ എന്താണ് പാണ്ടിലോറി കയറി മരിച്ചതാണോ അതോ പകർച്ചപ്പനി വന്നിട്ടോ? ഖേദം പ്രകടിപ്പിച്ചതിലെ ഊഞ്ഞാലാട്ടം കാണുമ്പോൾ അങ്ങോട്ട് ശരിക്കും മനസ്സിലാവണില്ല. മതം നോക്കി ജീവനെടുക്കുന്ന ജിഹാദി എന്ന് തെളിച്ചു പറഞ്ഞാൽ ഫണ്ട് ചെയ്യുന്ന മണപ്പാട്ടിൽ ചാണ്ടി പിണങ്ങുമായിരിക്കും അല്ലയോ ഖുറേഷി എന്നാണ് വാണി ജയതെ ചോദിച്ചിരിക്കുന്നത്. ഇനി ഒരെണ്ണം കൂടെ വായിച്ച് നമുക്ക് അവസാനം അതിനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. കാരണം മോഹൻലാലിൻ്റെ കമൻറ്റിൽ ടെറർ അറ്റാക്ക് നടന്നു, കൊല്ലപ്പെട്ടവരോടൊപ്പമാണ് എൻ്റെ ഹൃദയം, ഇതിനെയൊന്നും നമ്മൾ അംഗീകരിക്കുന്നില്ല, അവരുടെ കൂടെ രാജ്യം മുഴുവനുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താ? നമ്മുടെ നാട്ടിൽ നടന്ന തീവ്രവാദി ആക്രമണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യമായിട്ടാണ് ജാതി അല്ല മതം, നീ ഏത് മതമാണ്, ഹിന്ദു ആണോ എന്ന് നോക്കി കയ്യിലെ വള, നെറ്റിയിലെ പൊട്ട്, ഹിന്ദു പേര്, ഇതുകൂടാതെ ട്രൗസർ അഴിച്ച് വരെ പരിശോധിച്ചിട്ട് ആളുകളെ കൊന്നത്, ഭീകരവാദികൾ കൊന്നത് ഇതാദ്യമാണ്. അതിനെക്കുറിച്ച് ലാലൊന്നും മിണ്ടിയിട്ടില്ല. അതല്ലേ സത്യത്തിൽ മതം നോക്കി മനുഷ്യനെ തീവ്രവാദികൾ കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ മോഹൻലാലിന് പേടിയാണോ എന്നൊരു ചോദ്യമാണ് ഈ വാണി ജയതെ മുന്നോട്ട് വെക്കുന്നത്. അടുത്തത് വായിച്ച് നമുക്ക് നിർത്താം. ഈ കമൻറ്റുകൾ മുഴുവൻ വായിച്ച് നമ്മുടെ സമയം കളയണ്ട. ഒരു സാമ്പിൾ നമ്മൾ വായിച്ചതാണ്. 6500 കമൻ്റ് ഉണ്ട്, അതിൽ നിന്നാണ് 8 നമ്മൾ എടുത്തത്. നിങ്ങളെ രാഷ്ട്രവാദി എന്ന് പറഞ്ഞ പ്രൊഫൈൽ ഹാൻഡിൽ പറയുകയാണ്, നിങ്ങളെ ഒരു കാലത്ത് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു ലാലേട്ട, ഈ ഭീകരാക്രമണത്തെയും വെളുപ്പിച്ച് സിനിമ എടുക്കുമോ താങ്കൾ? ഓർക്കണം, തീവ്രവാദികൾക്ക് മതമില്ല എന്ന് വെളുപ്പിക്കൽ നറേറ്റീവ് കൊണ്ട് മറയ്ക്കേണ്ടതല്ല മതഭീകരത. തൻ്റെ മതത്തിൽപ്പെട്ടവരല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നടത്തിയ മതകൊലപാതകം തന്നെയാണിത്. താങ്കളുടെ ഇനിയുള്ള സിനിമകളിൽ എങ്കിലും ഇസ്ലാമിക മതഭീകരതയെ വെളുപ്പിക്കാതിരിക്കുക എന്നാണ് രാഷ്ട്രവാദി പറയുന്നത്. മോഹൻലാലിനെ അങ്ങനെ നിശിതമായി വിമർശിച്ചിട്ടൊന്നുമില്ല. ഇനിയെങ്കിലും നിങ്ങൾ സത്യം മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് മോഹൻലാലിനെ ഇതെങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ, മോഹൻലാലിൻ്റെ പുതിയ പടം നാളെ ഇറങ്ങാനിരിക്കും അല്ലേ, തുടരും. അപ്പോൾ മോഹൻലാൽ എങ്ങനെ തുടരും എന്നൊരു ചോദ്യം ഇപ്പോൾ പ്രസക്തമാണ്. മോഹൻലാൽ ഇങ്ങനെ തുടരുമോ? കാരണം ഈ ലഷ്കർ ഭീകരനെ വെളുപ്പിക്കുന്ന എമ്പുരാൻ എന്ന സിനിമ എടുത്തു, അതിനകത്ത് ഹിന്ദുക്കളെ ആക്ഷേപിച്ചു, ഹിന്ദുക്കൾ മുഴുവൻ കലാപകാരികളാണെന്ന് പറഞ്ഞു, നമ്മുടെ ദേശീയ ഏജൻസികളെ ആക്ഷേപിച്ചു. ഇപ്പോൾ ഇതിനകത്തും ഒരു IB ഓഫീസർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എവിടെയാണ്? കാശ്മീരിൽ വെച്ച് IB ഓഫീസർ വെടിവെച്ചു കൊന്നിട്ടുണ്ട് ലഷ്കർ. ഇതിനകത്തും ലഷ്കർ IB ഓഫീസറെ സിനിമയിൽ വെടിവെച്ചു കൊല്ലുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയിലൂടെ മോഹൻലാൽ പറഞ്ഞു വെച്ച കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ് ഏതാണ്ട് കാശ്മീരിൽ നടന്നത്. അപ്പം നമ്മൾ നോക്കേണ്ടത് ഈ മോഹൻലാലിൻ്റെ സിനിമകൾക്ക് സംഭവിക്കുന്ന ഒരു ചുതി, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ സിനിമകൾ ഏത് പക്ഷത്തേക്ക് പോകുന്നു എന്ന തരത്തിലുള്ളൊരു നാറേറ്റീവ് കേരളം വലിയ തോതിൽ ചർച്ച ചെയ്തു. അതിനുശേഷം മോഹൻലാൽ എന്താണ്ടൊക്കെ പറഞ്ഞൊരു മാപ്പ് പോലെ, ഖേദം, ചിലരെ വിഷമിപ്പിച്ചതായി ഞാൻ കേട്ടു, അതുകൊണ്ട് ഞാൻ ഖേദം, ഞങ്ങൾ ഖേദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വല്ലാത്ത ആവണക്കണ്ണെ കടവറങ്ങിയ പോലത്തെ ഒരു മാപ്പപേക്ഷ എന്ന് പറയാം, ഒരു ഖേദപ്രകടനം നടത്തി. അതിനുശേഷം ഇപ്പം സംഭവിച്ചിരിക്കുന്നത് എന്താ? മോഹൻലാലിൻ്റെ അടുത്ത പടം വരികയാണ്. ഈ സാധാരണ ഒരു മോഹൻലാലിൻ്റെ ഒരു പടം, ശോഭനയും മോഹൻലാലും കൂടെ ചേർന്നുള്ള ഒരു പടം വരുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന ഒരു ചലനം ഉണ്ടല്ലോ, ആ ചലനം ഒന്നും കാണാനില്ല. മാത്രമല്ല, ഈ കഴിഞ്ഞ സീസൺ ഉണ്ടല്ലോ, പെരുന്നാൾ കഴിഞ്ഞുള്ള സീസൺ, വിഷു, ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ സിനിമാ തിയേറ്ററുകളിൽ നിശ്ചലമായിരുന്നു. എന്നോട് സിനിമാ രംഗത്തുള്ള ഒരാൾ പറഞ്ഞു, എമ്പുരാൻ എന്നുള്ള സിനിമ ഉണ്ടാക്കിയ ഒരു കെടുതിയിൽ നിന്ന് മലയാള സിനിമ മറികടന്നിട്ടില്ല. കാരണം വല്ലാത്ത സിനിമ എന്ന് പറഞ്ഞാൽ വല്ലാത്ത കള്ളം പറഞ്ഞും മതഭീകരതയ്ക്ക് വേണ്ടി ഉള്ള പ്രൊപ്പഗാൻഡോ ടൂളായി സിനിമയെ ആളുകൾ ഉപയോഗിക്കുന്നു എന്നത് ആളുകൾക്ക് വല്ലാതെ ബോധ്യപ്പെട്ടു. അതുകൊണ്ട് എമ്പുരാൻ എന്നല്ല, റംസാൻ നോമ്പുകാലം കഴിഞ്ഞിട്ട് മുസ്ലിമുകളും, വിഷുക്കാലമായിട്ട് ഹിന്ദുക്കളും, അവധിക്കാലമായിട്ട് ഇത് രണ്ടുമല്ലാത്ത സാമാന്യ ജനവും തിയേറ്ററുകളിൽ നിന്ന് മാറി നിന്ന ഒരു ഉത്സവ സീസണാണ് കഴിഞ്ഞു പോയത്. എമ്പുരാൻ ശരിക്കും വിഷു അല്ല, ഈ തുടരും എന്നുള്ള സിനിമ ശരിക്കും വിഷു റിലീസായിരുന്നു. എമ്പുരാൻ വിവാദത്തെ തുടർന്നാണ് ഇതിപ്പോൾ 25-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചത്. പക്ഷേ തുടരും എന്നുള്ള സിനിമ വരുന്നു. മോഹൻലാലിൻ്റെ സിനിമ ബോയ്ക്കോട്ട് ചെയ്യണമെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ മോഹൻലാൽ ബോയ്ക്കോട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. എന്തിനു ബോയ്ക്കോട്ട് ചെയ്യണം? മോഹൻലാൽ ഇസ്ലാമിക ജിഹാദി പ്രസ്ഥാനങ്ങളുടെ അച്ചാരം വാങ്ങിയ ആളെ പോലെ പ്രവർത്തിക്കുന്ന ഈ രീതിയെ ബോയ്ക്കോട്ട് ചെയ്യണം എന്ന് ഒരുപാട് പേർ, മോഹൻലാലിനെ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അതും തെറ്റിച്ചിട്ടാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമായ മാധ്യമത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള വാർത്ത വന്നത്. ഏതായാലും അതിൻ്റെ ചിത്രങ്ങളൊന്നും പുറത്തു വന്ന് കണ്ടിട്ടില്ല അല്ലേ? ആ പരിപാടി കഴിഞ്ഞോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അത്തരം ഒരു പരിപാടിയിൽ മോഹൻലാൽ പങ്കെടുത്തോ എന്ന് അറിയില്ല. അതോ ഇനി പങ്കെടുക്കാനിരിക്കുകയാണോ എന്ന് അറിയത്തില്ല. ഡേറ്റും എനിക്കറിയില്ല. തനിക്കറിയാമോ? ഏതായാലും മോഹൻലാൽ കുംഭമേളയ്ക്ക് പോയില്ല.
ഇന്ത്യയിലെ എല്ലാ സിനിമാ താരങ്ങളും. എന്തിന് അഖിലേഷ് യാദവ് വരെ കുംഭമേളയ്ക്ക് പോയി. മോദിയുടെ ഏറ്റവും വലിയ വിമർശനമാണ്, യോഗിയുടെ ഏറ്റവും വലിയ വിമർശനമാണ്. അദ്ദേഹം വരെ കുംഭമേളയ്ക്ക് പോയി. മോഹൻലാലിനെ കേരളത്തിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട അപൂർവം ആളുകളിൽ ഒരാളായിരുന്നു രാമക്ഷേത്രത്തിൻ്റെ ചടങ്ങിന് വിളിച്ചു. മോഹൻലാൽ പോയില്ല. എന്തിന് നരേന്ദ്രമോദി 10 പേരെ ഇന്ത്യയിലെ പൊണ്ണത്തടി കുറയ്ക്കാനുള്ള തൻ്റെ കാമ്പയിൻ്റെ ഭാഗമായി അംബാസഡർമാരായിട്ട് പ്രഖ്യാപിച്ചു. അതിലൊരാൾ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയായിരുന്നു, മോദിയുടെ പാർട്ടിയല്ല. എന്നിട്ടും അദ്ദേഹം സ്വീകരിച്ചു. മോഹൻലാൽ മാത്രം അത് സ്വീകരിച്ചതായി നമ്മൾ അറിഞ്ഞിട്ടില്ല. നരേന്ദ്രമോദി നേരിട്ട് പേര് പറഞ്ഞ് മോഹൻലാലിനെ ഒരു ബ്രാൻഡ് അംബാസഡറായിട്ട് പ്രഖ്യാപിച്ചിട്ടും മോഹൻലാൽ അതും സ്വീകരിച്ചതായി കാണുന്നില്ല. മറിച്ച് മോഹൻലാൽ എമ്പുരാൻ പോലെ ഒരു സിനിമ ഇറക്കാൻ മോഹൻലാൽ ഉണ്ടായിരുന്നു. പിന്നെ ഈ അതിനുശേഷം മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കുന്ന തരത്തിൽ അതിനുശേഷമെങ്കിലും മോഹൻലാൽ പെരുമാറുമെന്ന് കഴിഞ്ഞപ്പോഴാണ് ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഭീകര സംഘടന, ബംഗ്ലാദേശിൽ ഭീകര സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമിയാണ് ഹിന്ദുക്കളെ കൊന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദു നേതാവിനെ കൊന്നു, ഹിന്ദു സന്യാസിമാരെ ജയിലിലിട്ടിരിക്കുകയാണ്, ഹിന്ദുക്കളുടെ വീടുകൾ കത്തിക്കുന്നു, ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു. അത് അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി ലോകത്തെമ്പാടുമുള്ള സംഘടനയാണ്. അപ്പോൾ ഇന്ത്യയിലും ഉണ്ട് ജമാഅത്തെ ഇസ്ലാമി. ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമിയും ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയും രണ്ടാണെന്ന് ചോദിച്ചാൽ രണ്ടല്ല, ഒന്ന് തന്നെയാണ്. കാരണം മൗദൂദി ഉണ്ടാക്കിയ സംഘടന, മൗദൂദിയൻ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സംഘടന, അവർക്ക് ഇന്ത്യ പോലൊരു രാജ്യത്ത് മാത്രമേ ഒരു ചാനലൊക്കെ നടത്താൻ ലൈസൻസ് കിട്ടുള്ളൂ. കാരണം സുപ്രീം കോടതി ഉണ്ടല്ലോ നമുക്ക്. അതുകൊണ്ട് അവർക്ക് ഇപ്പോഴും ഒരു ചാനലൊക്കെ നടത്താൻ പറ്റുന്നു, ഒരു പത്രം നടത്താൻ പറ്റുന്നു. അത്തരം ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ ഈ ലഷ്കർ പോലെയുള്ള സംഘടനകളെയും ഹമാസിനെയുമൊക്കെ വെള്ള പൂശുന്ന ആളുകളുടെ ഒരു പരിപാടിയിൽ മോഹൻലാൽ പങ്കെടുക്കുന്നു എന്ന വാർത്തയെക്കുറിച്ച്, അങ്ങനെ ഒരു വാർത്ത ഫേക്ക് ആണെന്ന് പോലും മോഹൻലാൽ പറഞ്ഞില്ല. ഫേക്ക് ആണെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വ്യാജ വാർത്തയാണെങ്കിൽ മോഹൻലാൽ നിഷേധിക്കുമായിരുന്നു. അപ്പോൾ മോഹൻലാലിൻ്റെ ഇപ്പോഴത്തെ പോക്ക് തുടരും എന്നാണ് പറയുന്നതെങ്കിൽ, ഇതുപോലെ മോഹൻലാലിൻ്റെ ആരാധകരായിരുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിൽ മോഹൻലാലിനെ ഇടുന്ന പരിപാടിയും തുടരുക തന്നെ ചെയ്യും. ലാലേട്ടൻ ഇത് മറക്കണം, പൊറുക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ ലാലേട്ടൻ്റെ പിന്നാലെ വരും എന്ന് ലാലേട്ടൻ ഇനിയും കരുതുന്നത് മണ്ടത്തരമാണ്. സത്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. മോഹൻലാലിനെ ഹലാലേട്ട എന്നും രാജ്യദ്രോഹി എന്നും പിന്നെ പച്ചത്തെറിയും ഇത്രയേറെ ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഒരു മനുഷ്യനെ ഇങ്ങനെ കോർണർ ചെയ്ത് ആക്രമിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ അങ്ങ് ഇത് വിലയ്ക്ക് വാങ്ങിയതാണ് പ്രിയപ്പെട്ട മോഹൻലാൽ. നിങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, കേരളത്തിലെ ജനങ്ങൾക്കാകെ ഇഷ്ടമാണ്. അങ്ങ് മതഭീകരതയുടെ, ഹിന്ദു വിരുദ്ധതയുടെ ആളായി മാറുന്നു എന്നുള്ളൊരു സംശയം വ്യാപകമായുണ്ട്. അത് തിരുത്താൻ അങ്ങേക്കും മാത്രമേ കഴിയൂ.